എൻ്റെ അപ്പച്ചൻ്റെ അമ്മയാണ് എൻ്റെ പള്ളിയിൽ പാട്ട് പാടുന്നത്, കൊയറിൽ. അവരിപ്പോൾ 50 വർഷമായി പള്ളി പാട്ട് പാടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവർ പള്ളിയിൽ പോകുമ്പം എന്നെ കൊണ്ടുപോകും, ആൾത്താരയുടെ മുമ്പിൽ സ്റ്റെപ്പിൽ കൊണ്ട് കിടത്തും എന്നെ. എന്നിട്ട് അവർ പാട്ട് പാടും, അപ്പച്ചൻ കീബോർഡൊക്കെ വായിക്കുന്നത്. അപ്പോൾ അവർ പാട്ട് പാടും, ഞാൻ അവിടെ കിടക്കും. അങ്ങനെ ഇവർ എല്ലാ ദിവസവും എന്നെ പള്ളി കൊണ്ടുപോകുമായിരുന്നു, ആൾത്താരെ കിടത്തുമായിരുന്നു. അങ്ങനെ മാസങ്ങളും കഴിഞ്ഞ് ഈ ജീവൻ തിരിച്ചു കിട്ടി. പഞ്ഞിയും കാര്യങ്ങളൊക്കെ അഴിച്ചു. സ്റ്റിച്ച് അഴിക്കേണ്ട വന്നിട്ടില്ല. അന്ന് സ്റ്റിച്ചിട്ടാൽ പിന്നെ അതിൻ്റെ ഒരു നൂലോ അതിൻ്റെ ഒരു പാട് പോലും ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ എവിടെയില്ല. അതെങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അപ്പം അന്ന് അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ദൈവം തന്നൊരു കുഞ്ഞാണെന്ന് പറഞ്ഞ് ആണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വിട്ടത്. ഈ പേര് ഏഷ്യൽ എന്ന് വെച്ചാൽ എൻ്റെ പേര്. അപ്പോൾ ഞാനിപ്പോഴും ഒരു 10 പ്രാവശ്യമെങ്കിലും പലരോടും പറയണം എൻ്റെ പേര്, എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ അർത്ഥം ഡിയർ ടു ഗോഡ് എന്നാണ് പേരിൻ്റെ അർത്ഥം, എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനെന്നാണ്. അപ്പം അങ്ങനെ ഒരു ഒത്തിരിയേറെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മയ്ക്ക് എന്നെ കൊടുത്തുകൊണ്ടാവാം അമ്മ ആ പേരിട്ടതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക.